ചിക്കനും ബീഫും ഒന്നും ഉപയോഗിക്കാതെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ആവശ്യമുള്ളൂ. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. നമ്മുടെ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് കോഴിമുട്ടയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് ഇതുപോലെ നല്ല പൊടിയായിട്ട് നമ്മളൊന്ന് ഉടച്ചെടുക്കണം. ഫോർക്ക് വെച്ചിട്ട് തന്നെ ഉടക്കാവും. നല്ല സിമ്പിളായിട്ടോ. ഇനി നമുക്ക് ഇതിനിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കൊരു 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി വരുന്നവരെ വഴറ്റണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗിവ്അവേയുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്. ഇപ്പോൾ നല്ല ചൂടുകാലമാണല്ലോ. അപ്പോൾ ഈ ചൂടുകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് പലതരത്തിലുള്ള ഡ്രിങ്ക്സാണ്. ജ്യൂസോ നാരങ്ങ വെള്ളമോ അങ്ങനെ പലതരത്തിലുള്ള നമ്മൾ കുടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ചൂടുകാലത്ത് നിങ്ങൾക്ക് കുടിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡ്രിങ്ക് ഏതാണ് എന്നാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ അത് ഏതാണെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഉള്ളി ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ചൂടുണ്ട വെള്ളം വേണ്ട ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ഈ സവാള ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായി വരും. അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് വെള്ളം ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളം നല്ല ചൂടുള്ള വെള്ളമായിരിക്കണം കേട്ടോ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ വെള്ളമൊക്കെ ഇപ്പോൾ ഏകദേശം വറ്റി വന്നു. ഇനി നമ്മൾ ആദ്യം ഉടച്ച് വെച്ചിട്ടുള്ള മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി മസാലേനെ ഇവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെയൊക്കെ സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. അതിനുശേഷം ഈ പാത്രത്തിലുള്ള വെള്ളത്തിൽ ഇതുപോലെ ഈ ബ്രെഡിനെ നന്നായിട്ട് സോക്ക് ചെയ്യാം. എന്നിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് വെള്ളമൊക്കെ കളയാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബ്രെഡ് നല്ലൊരു സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അതിലുള്ള വെള്ളം ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് കളയണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ബ്രെഡ് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല സിമ്പിളായിട്ട് നമുക്ക് ബ്രെഡിനെ പരന്നിട്ട് കിട്ടും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ, ആ മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഈ ബ്രെഡിലേക്ക്. അപ്പോൾ ഒരു 1-2 സ്പൂണ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ 4 അറ്റത്തു നിന്നും ആദ്യം ഈ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ബ്രെഡിൽ വെള്ളം നനച്ചുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഉരുട്ടിയിട്ട് നല്ലൊരു ബോൾ ഷേപ്പിലാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗം നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് എടുക്കുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല പോലെ തന്നെ അത് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ച് പതുക്കെ ഇതുപോലെ ഉരുട്ടിയിട്ട് നല്ല ബോൾ ഷേപ്പിലാക്കി എടുക്കുക. ഇപ്പോൾ ഞാൻ അതിനെല്ലാം ഇതുപോലെ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ബോളുകൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിതിന് വേറെ മുട്ടയിൽ മുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നേരെ ഈ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി. അതിൽ ബ്രെഡ് ക്രംസ് കോട്ടായിട്ട് നിൽക്കും. കാരണം അതിൽ വെള്ളത്തിൻ്റെ ഒരു നനവുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് നിന്നോളും. മുട്ടയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി എല്ലാ ബോൾസിനെ ഇതുപോലെ ചെയ്തിട്ട് എടുക്കാം. എല്ലാത്തിനെയും ഇതുപോലെ കോട്ട് ചെയ്ത ശേഷം നമുക്കിനി നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആവാൻ ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. കാരണം ബ്രെഡ് അല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ പുറംഭാഗമൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഒരു സൈഡ് റെഡി ആകുമ്പോൾ ഞാനിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായതിനു ശേഷം നമുക്കിതിനെ എണ്ണയിൽ നിന്ന് എടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സിമ്പിളായിട്ടുണ്ട് ബ്രെഡ് കൊണ്ടുള്ള സ്നാക്ക്. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മുടെ ഗിവ്അവേയുടെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ആൻസറും എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് നാളെ കാണാം.